ഹായ് ഇന്ന് ഇണ്ണിപ്പിണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇണ്ണിപ്പിണ്ടി വെച്ചിട്ട് നമുക്ക് 2 ഐറ്റംസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട, ഇണ്ണിപ്പിണ്ടി കട്ട് ചെയ്ത് അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞിട്ട് എടുക്കണം കേട്ടോ. നല്ല ചെറുതാക്കി അരിഞ്ഞ് എടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതിന് ചെറുതാക്കി അരിഞ്ഞ് പച്ചമുളക് ഉപ്പും ചേർത്ത് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഐറ്റംസായ പച്ചടി ഉണ്ടാക്കുക. അതിന് വേവിച്ച് വെച്ചിട്ടുള്ള ഇണ്ണിപ്പിണ്ടി പുളിയില്ലാത്ത തൈരിലിട്ട് കൊടുക്കണം. ഈ തൈരിൽ ഞാൻ കുറച്ച് കടുകും ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതോടെ ചേർത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് അടിപൊളി പച്ചടി റെഡി ആട്ടോ. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കിയാലോ. അതിന് പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ചെറിയ ഉള്ളി, ഉണക്കമുളക്, കറിവേപ്പില ഇട്ടൊന്ന് ബ്രൗൺ ആകുമ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ഇണ്ണിപ്പിണ്ടി അരിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കൊന്ന് കളർ ചേഞ്ച് ആവാറുണ്ടല്ലോ. അപ്പോൾ അതില്ലാതിരിക്കാനുള്ള ടിപ്സാണ്. അരിഞ്ഞുകൊണ്ട് തന്നെ തണുത്ത വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ കളർ ചേഞ്ച് ആവില്ല. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്ത് നമ്മൾ വേവിച്ച് വെച്ചുള്ള ഇണ്ണിപ്പിണ്ടിയൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് ഇളക്കി ഒന്ന് സിമ്മിലിട്ടിട്ട് ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് ഒന്ന് ആവി കൊള്ളിക്കട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിൽ ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ വലിയ ഉള്ളി എടുക്കരുത് കേട്ടോ. ചെറിയ ഉള്ളി എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. തീർച്ചയായിട്ടും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്കും ചെയ്യുക.